ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ഹംഗ്രി കുക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം അരി വേവിക്കല്ല, ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് അതിൻ്റെ ഒരു കഞ്ഞിപ്പശി ഉണ്ടാവുമല്ലോ, അത് കളയാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു 10 സവോള വറുത്തെടുക്കണം. കാരണം ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമ്മൾ അരി വേവിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ട, ഗ്രാമ്പ്, ഏലക്കൊക്കെ ചേർക്കാം. ഞാൻ സർവ്വസുഗന്ധിയിലയും രമ്പയിലയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കത് ചോറ് വേവുമ്പോൾ പെട്ടെന്നെടുത്ത് കളയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതില്ലെങ്കിൽ നിങ്ങൾക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്കൊക്കെ ചേർക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള സവോള 2-3 ട്രിപ്പായിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണ്. ഞാൻ 10 സവോള ചേർത്തിട്ടുണ്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ കോരിയിട്ട് ഈ കളറാവുമ്പോൾ കോരി മാറ്റണം. ഇതൊന്നും കൂടെ ബ്രൗൺ ആവും. അപ്പോൾ നല്ല ബ്രൗൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ കളറാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാകത്തിൽ നമുക്ക് കോരി മാറ്റണം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ 3.5 കപ്പാണ് അരി എടുത്തിരിക്കുന്നത്. ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ബിരിയാണി അരി അത് നിങ്ങൾക്ക് എടുക്കാം. കൈമ റൈസാണ് ശരിക്കും പറയണമെങ്കിൽ ബിരിയാണിക്ക് ഏറ്റവും രുചി നൽകുന്നത്. ഇനി നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേവാൻ പാടില്ല. ഇത് തിളച്ചാൽ ഉടനെ നമ്മൾ ഊറ്റിയെടുക്കണം. വേവുന്നതൊക്കെ നമ്മൾ ദമ്മിടുമ്പോഴാണ്. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഉടനെ കോരി മാറ്റാം. കൈമ റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി നിൽക്കണം. പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകുന്ന അരിയാണ് കൈമ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിളച്ച ഉടനെ അത് കോരി മാറ്റി അവിടെ വയ്ക്കുക. ഇനി നമുക്ക് ചിക്കൻ ശരിയാക്കണം. ഞാൻ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ല എന്നുള്ളവർക്ക് 100 ഗ്രാം വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുക. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ ഒരു 1.5-2 ടീസ്പൂണെങ്കിലും ഉപ്പ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ മുളക് പൊടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കില്ല കേട്ടോ. ഈ ബിരിയാണിയിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടിയിട്ട് കയ്യിലൊരു പിടി, രണ്ടും കൂടിയിട്ടിട്ടാ. മല്ലിയിലും പുതിനയിലും ഒരുപാട് ഇലകളുടെ ഫ്ലേവർ വേണ്ട. പിന്നെ നമുക്ക് തൈര് 3.5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കണം. തൈര് അങ്ങനെ നന്നായി പുളിച്ചു പോയ തൈരാവരുത്, ഫ്രഷ് ആയിട്ടുള്ള തൈരാവണം. അതായത് പാകത്തിന് പുളിയുള്ള തൈരായിരിക്കണം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവോളയുടെ പകുതിയോളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന പ്രധാന സംഭവമാണിത്. നമ്മൾ ചേർക്കും, പക്ഷേ ഇത് നമ്മളിതിൽ കൈവച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് ചേർക്കുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എല്ലാ കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് ബിരിയാണി രുചിയാവുന്നതെങ്കിലും ഇത് നമുക്കൊരു പ്രത്യേക രുചി കൊടുക്കുന്നതാണ്. ഇനി നമുക്കതൊരു 20 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്കൊരു ചൂട് കട്ടിയുള്ള പാത്രം എടുക്കുക. കാരണം ഇതിൽ തന്നെയാണ് നമ്മൾ ദം ഇടാൻ പോകുന്നത്. നെയ്യ് മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ സവോള വറുത്തത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് നെയ്യ് മുഴുവനായിട്ട് വേണ്ട എന്നുള്ളവർക്ക് ഓയിൽ തന്നെ ചേർക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. അതാണ് ബിരിയാണിക്ക് ടേസ്റ്റ് വെളിച്ചെണ്ണയിനേക്കാളും. പക്ഷെ ഞാനിവിടെ നെയ്യ് മാത്രം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 1/4 കപ്പ് നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കന് വേണ്ടിയിട്ടാണ് ഞാൻ 1/4 കപ്പ് നെയ്യ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെയ്യൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 സവോള വറുത്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും നമുക്ക് 1 സവോള കൂടി നമുക്ക് ഈ നെയ്യിലിട്ടിട്ട് ഒന്നിങ്ങനെ വഴറ്റണം. ശരിക്കത് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നമ്മൾ 1 സവോള കൂടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കാരണം അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1 സവോള കൂടെ ചേർത്തു. എന്നിട്ട് അതിങ്ങനെ നന്നായി ബ്രൗൺ ആവണ്ട, എന്നാലും നന്നായിട്ട് വാടി വരുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. പിന്നെ നമുക്ക് വേപ്പില ഇതിൽ ചേർക്കണ്ട കേട്ടോ. പക്ഷെ നമ്മൾ പട്ട, ഗ്രാമ്പ്, ഏലക്കൊന്നും നെയ്യിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സർവ്വസുഗന്ധിയില അതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റാം. പക്ഷേ പട്ട, ഗ്രാമ്പ്, ഏലക്ക ചേർക്കുകയാണെങ്കിലും നിങ്ങൾ ആദ്യം അത് മൂപ്പിച്ചതിന് ശേഷം അത് എടുത്തു മാറ്റുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ആ
ഓയിലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ സവോള വറുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നാവും. അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി കഴിക്കുമ്പോൾ ഈ പട്ട ഗ്രാമ്പ് ഏലക്കൊക്കെ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടുത്ത ബിരിയാണിയുടെ ഉരുള നമ്മളെ വായിലേക്ക് പോകുമ്പോൾ നമുക്ക് അത്ര വലിയ രുചി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഇലകളാണ് ചേർക്കണമെങ്കിൽ എടുത്തു മാറ്റാൻ എളുപ്പമുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവറാണ്. പിന്നീട് നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒരുവിധം ബ്രൗൺ കളറിലേക്ക് കടന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് 20 മിനിറ്റായിട്ട് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട്. ബിരിയാണി മസാല ഒഴിച്ച് അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഈ ബിരിയാണിയുടെ റെസിപ്പി പോലെ തന്നെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത്. നമ്മൾ ചിക്കൻ അപ്പോൾ കുറച്ച് നേരം ഈ നെയ്യിൽ ഇങ്ങനെ ഒന്നങ്ങനെ വഴറ്റണം. അതിനുശേഷം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. പിന്നെ നമ്മൾ തൈരൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ വേണം നമ്മുടെ ചിക്കൻ പാതി വേവാൻ. പകുതിയെ വേവാൻ പാടുള്ളൂ, ബാക്കി പകുതി നമ്മൾ ദമ്മിടുമ്പോഴാണ് വേവുക. അതുപോലെ നമ്മൾ ചോറ് തിളച്ച ഉടനെ ഊറ്റിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70% ഇനി വേവാനുണ്ട്. അത് പെട്ടെന്ന് വേവും. അങ്ങനെ നമ്മൾ 5-6 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം നമ്മൾ ചേർക്കാത്തതാണ്, വെള്ളം ഊറി വരും. എന്നാലും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം. പിന്നെ നമ്മൾ അടുത്ത ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദമ്മിടാനുള്ള ആവശ്യത്തിനുള്ള ചിക്കൻ വെന്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പേ ചേർത്തുള്ള ഞാൻ പറഞ്ഞു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഉപ്പുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഉപ്പ് നമ്മൾ പിന്നീട് എത്ര വേണമെന്ന് നോക്കിയിട്ട് ചേർക്കാം. അതുപോലെ നമ്മൾ ബിരിയാണി മസാല ചേർത്തുണ്ടായിരുന്നില്ല, അത് ഞാനൊരു ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ ചോറ് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ലെയറൊന്നുമല്ല, നേരെ തന്നെ അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അടിക്ക് പിടിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ആവശ്യത്തിന് ചാറുണ്ട് നമ്മുടെ ചിക്കനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞ തീയിൽ അവിടെ ഒരു 20 മിനിറ്റ് വെക്കുമ്പോൾ അരിയും വേവും, അതുപോലെ ചിക്കനും ബാക്കി വേവും. പിന്നെ നമുക്ക് ഇതിൻ്റെ മീതെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള, ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അതായത് സവോള വറുത്തത്, പിന്നെ എന്താ പറയുക കാഷ്നട്ട്, കിസ്മിസ് വറുത്തത്, പട്ട, മല്ലിയില, പുതിനയില, ഇതെല്ലാം അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നെയ്യ് ചേർക്കാം. ഇനി ഡാൽഡ, വനസ്പതി അങ്ങനെയൊന്നും ശരിക്കും പറഞ്ഞാൽ ബിരിയാണി ചേർക്കാതിരിക്കുക നല്ലത്. ഇനിയിപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ സമയത്ത് അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചേർക്കുക. കാരണം നമ്മൾ ദമ്മിടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ചേർക്കില്ല. ഇപ്പം തന്നെ എല്ലാതും വേണം. ഇനി ഉപ്പ് അങ്ങനെ എന്തെങ്കിലും ചോറിലൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ച് അതിൻ്റെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ഉപ്പായി പാകത്തിനായിട്ടിരിക്കും. പിന്നെ നമ്മൾ 20 മിനിറ്റ് ദമ്മിടുമ്പോൾ ചോറ് വെന്ത് ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം, കുറച്ച് ഒഴിക്കാൻ പാടുള്ള ഒരു 1/4 കപ്പ് കഞ്ഞിവെള്ളം ഇങ്ങനെ മീതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതും നല്ലതാണ്. പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് നെയ്യും നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്, എന്നാലും നമ്മുടെ റൈസിന് വേണ്ടിയിട്ടൊരു ഫ്ലേവർ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് മൂടി വയ്ക്കാം. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറഞ്ഞ തീയിൽ തന്നെ വെച്ചാൽ മതി നമ്മൾ സ്റ്റൗവിൽ ചെയ്യുമ്പോൾ. അല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് കനലിട്ടിട്ട് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കുക. അപ്പോൾ നമുക്കിങ്ങനെ കൈ നല്ല പൊള്ളൽ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദമ്മായി എന്നാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചോറൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒട്ടാതെ വെന്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അടിഭാഗത്തെ മസാലയും സൂപ്പറായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ബിരിയാണിയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ചിക്കൻ ഉള്ളത്. അതിനും കണ്ടോ അതിൽ ചാറൊക്കെ വറ്റി നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും
ട്രൈ ചെയ്യണം നമ്മുടെ ഈ സൂപ്പർ ചിക്കൻ ബിരിയാണി.